ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ റിലീസായതോടുകൂടി ഓൺലൈൻ സൂപ്പർമാൻ ഫാൻസിനിടയിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. ആരാണ് മികച്ച സൂപ്പർമാൻ എന്നും പറഞ്ഞുകൊണ്ട്. ഡേവിഡ് കോറൻസ്വെറ്റ് തൂക്കിപ്പറത്തിയെന്ന ഒരു കൂട്ടർ, ഹെൻറി കാവലിന്റെ തട്ട് താണു തന്നെ ഇരിക്കുന്ന മറ്റൊരു കൂട്ടർ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഏറ്റവും മികച്ച 5 സൂപ്പർമാൻ മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ബ്രയാൻ സിംഗർ ഡയറക്റ്റ് ചെയ്ത് ബ്രാൻഡൻ റൂത്ത് സൂപ്പർമാനായി വന്ന പടമായിരുന്നു സൂപ്പർമാൻ റിട്ടേൺസ്. ബ്രാൻഡൻ റൂത്തിന്റെ സൂപ്പർമാനും കെവിൻ സ്പൈസിയുടെ ലെക്സ് ലൂതറും ഒക്കെ കിടിലൻ പെർഫോമൻസ് ആണെങ്കിലും ഈ ഒരു സൂപ്പർമാൻ പടം ഒരു മിഡ് ലെവൽ സൂപ്പർമാൻ പടമായാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല പ്ലോട്ട് ഉണ്ടായിട്ടും ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആക്കാതെയുള്ള മേക്കിംഗ് ആയിരുന്നു പടത്തിന്റെ മെയിൻ നെഗറ്റീവ്. ഒരു സൂപ്പർ ഹീറോ പടത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളുടെ കുറവാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഒരു മൈനസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കെവിൻ സ്പേസിയൊക്കെ പോലുള്ള വലിയ ആക്ടറൊക്കെ ലെക്സ് ലൂതറായിട്ട് കാസ്റ്റ് ചെയ്തിട്ട് ഒരു തേമ്പിയ സ്റ്റോറിയാണ് വില്ലന് കൊടുത്തത്. $270 മില്യൺ ബഡ്ജറ്റ് വന്ന പടം വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിയിരുന്നു. 400 മില്യണിൽ താഴെയാണ് അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നത്. സാക്ഷാൽ ഹെൻറി കാവലിന്റെ ആദ്യത്തെ സൂപ്പർമാൻ അപ്പിയറൻസ്, സാക്ക് സ്നൈഡറിന്റെ ആദ്യത്തെ DC യൂണിവേഴ്സ് സിനിമ, ക്രിസ്റ്റഫർ നോളന്റെ തിരക്കഥ, ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക്, അങ്ങനെ എന്തുകൊണ്ടും വൻ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു മാൻ ഓഫ് സ്റ്റീൽ. ഹെൻറി കാവലിന്റെ ഗോഡ് ലൈക്ക് പെർഫോമൻസും ഹാൻസ് സിമ്മറിന്റെ കിഡിലൻ മ്യൂസിക്കും സാക്ക് സ്നൈഡറിന്റെ അസാധ്യ മേക്കിങ്ങും പടത്തിനെ വേറെ ലെവലാക്കി മാറ്റുന്നുണ്ട്. സൂപ്പർമാൻ റിട്ടേൺസിനെ അപേക്ഷിച്ച് കിഡിലൻ വിഷ്വൽ എഫക്ട്സും ആക്ഷൻ സീക്വൻസും ഒക്കെ ഉള്ള പടമാണ് മാൻ ഓഫ് സ്റ്റീൽ. $250 മില്യൺ ബഡ്ജറ്റിൽ വന്ന പടം 670 മില്യണോളം ഗ്രോസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വിജയമായിരുന്നു. പ്രതീക്ഷിച്ച രീതിയിലുള്ള കളക്ഷൻ റെക്കോർഡുകളൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വിജയമാവാൻ മാൻ ഓഫ് സ്റ്റീലിനും പറ്റിയിട്ടില്ല. ഒരു സിനിമയിലെ ആദ്യത്തെ സൂപ്പർമാൻ ഫീച്ചർ ഫിലിമായിട്ടുള്ള സൂപ്പർമാൻ 1ന്റെ സീക്വലായിട്ട് 1980 പുറത്തു വന്ന ചിത്രമാണ് സൂപ്പർമാൻ 2. റിച്ചാർഡ് ലെസ്റ്റർ ആണ് സൂപ്പർമാൻ 2 ഡയറക്റ്റ് ചെയ്തത്. ക്രിസ്റ്റഫർ റീവ് ആണ് സൂപ്പർമാനായി വന്നത്. ഇന്നുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സൂപ്പർമാൻ 2 ഒരു അടിപൊളി സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സൂപ്പർമാൻ 2ന്റെ പ്ലോട്ട് ഭയങ്കര അടിപൊളിയാണ്. സൂപ്പർമാൻ സൂപ്പർ പവേഴ്സ് ഒക്കെ ഗിവ് അപ്പ് ചെയ്ത് ലോയിസ് ലെയിന്റെ കൂടെ ഒരു നോർമൽ ലൈഫിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് സോഡും മേഴ്സിയും നൗണും ഒക്കെ ഫാന്റം സോണിൽ നിന്ന് രക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് വരുന്നത്. അവർ ഭൂമി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും സൂപ്പർമാൻ തന്റെ പവേഴ്സ് ഒക്കെ റീഗെയിൻ ചെയ്യുന്നതും ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊക്കെയാണ് സിനിമ. വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള സൂപ്പർമാൻ പടമാണ് സൂപ്പർമാൻ 2. അക്കാലത്ത് $50 മില്യണോളം ചെലവഴിച്ച് നിർമ്മിച്ച ചിത്രം വൻ വിജയമായിരുന്നു. ഓൾമോസ്റ്റ് $200 മില്യൺ ഒക്കെ സൂപ്പർമാൻ 2 കളക്ട് ചെയ്തിട്ടുണ്ട്. സാക്ക് സ്നൈഡറിന്റെ സൂപ്പർമാൻ കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ക്ലാസിക് സൂപ്പർമാന്റെ വൈബ്രന്റ് ആയിട്ടുള്ള തീമിൽ നിന്ന് മാറിക്കൊണ്ട് ഡാർക്കർ ആയിട്ടുള്ള ഒട്ടും ഹ്യൂമറസ് അല്ലാത്ത രീതിയിലുള്ള എക്സിക്യൂഷൻ ആയിരുന്നു എന്നതായിരുന്നു. അവിടെയാണ് ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ മികച്ച ഒരു അനുഭവമായി മാറുന്നത്. ഹ്യൂമറിനും എന്റർടൈൻമെന്റിനും ആക്ഷനും ഒക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു ജെയിംസ് ഗണ്ണിൻ്റെത്. 2.25 മണിക്കൂറും തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ എന്റർടൈനർ ആയിരുന്നു സൂപ്പർമാൻ. പെർഫോമൻസ് വൈസ് ആയാലും എക്സിക്യൂഷൻ വൈസ് ആയാലും എന്തുകൊണ്ടും ഒരു ക്ലാസിക് കോമിക് ബുക്ക് സൂപ്പർമാൻ ടച്ച് ഉള്ള പടമാണ് ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ. സൂപ്പർ ഹീറോ മൂവീസിലെ തന്നെ ഏറ്റവും ഗോട്ട് ഐറ്റം എന്ന് വിളിക്കാൻ പറ്റുന്ന പടം, സൂപ്പർ ഹീറോ മൂവി എന്ന ഒരു ജോൺറെ തന്നെ ഇൻവെന്റ് ചെയ്ത പടമാണ് സൂപ്പർമാൻ. റിച്ചാർഡ് ഡോണർ ആണ് സൂപ്പർമാൻ ഡയറക്റ്റ് ചെയ്തത്. ക്രിസ്റ്റഫർ റീവിന്റെ സൂപ്പർമാൻ എക്കാലത്തെയും ഏറ്റവും ആരാധകരുള്ള സൂപ്പർ ഹീറോ ക്യാരക്ടർ കൂടിയാണ്. ക്രിസ്റ്റഫർ റീവിനെ കൂടാതെ മർലൻ ബ്രാൻഡോ പോലെ ഇതിഹാസങ്ങൾ കൂടി ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. സൂപ്പർമാന്റെ ഒറിജിനൽ സ്റ്റോറി ആദ്യമായി ഒരു സിനിമയിൽ നമ്മൾ കാണുന്നതും 1978 പുറത്തു വന്ന സൂപ്പർമാൻ 1ലൂടെയാണ്. ജോൺ വില്യംസിന്റെ മ്യൂസിക്കിനൊക്കെ വൻ പ്രൈസ് ആയിരുന്നു. ക്രിട്ടിക്കലി നോക്കിയാലും ബോക്സ് ഓഫീസ് വൈസ് നോക്കിയാലും ഏറ്റവും കൂടുതൽ അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ട സൂപ്പർ ഹീറോ പടമാണ് സൂപ്പർമാൻ. സൂപ്പർമാൻ 1 3 കാറ്റഗറിയിൽ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വിഷ്വൽ എഫക്ട്സിന് സ്പെഷ്യൽ അച്ചീവ്മെന്റ് ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഫൈനസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു പടമാണ് സൂപ്പർമാൻ. സൂപ്പർമാനിലേത് എന്നല്ല, സൂപ്പർ ഹീറോ മൂവീസിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സിനിമയാണ് 1978 പുറത്തിറങ്ങിയ സൂപ്പർമാൻ യൂണിവേഴ്സ്
യൂണിവേഴ്സിലെ ആദ്യത്തെ പടമായിട്ടുള്ള സൂപ്പർമാൻ. That's why he's the